ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. പുതിയതായിട്ട് ചാനൽ കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ രാവിലെ തന്നെ ദോശയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, ചോറെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മ ചമ്മന്തിക്ക് വേണ്ടി ഉള്ളിയും സവാളയും തക്കാളിയൊക്കെ വാട്ടിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അമ്മയും അപ്പുണ്ണിയും കുഞ്ഞുണ്ണിയൊക്കെ ചായ കുടിച്ചു. ദോശ കൂട്ടിയിട്ട് വെറും ദോശയാണ് അവർ കഴിച്ചത് കേട്ടോ. ഞങ്ങൾക്ക് ചമ്മന്തി ഉണ്ടാക്കിയതാണ്. എനിക്കും ഏട്ടനും ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ദോശയും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിച്ചു. അങ്ങനെ ഞാനിതേ ദോശയുടെ അടുത്ത് ചായ കുടിച്ചു. ശേഷം മുറ്റത്ത് വന്ന് നോക്കിയപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ അവധിയാണ്. അപ്പോൾ ഭയങ്കര ശൂന്യമായി കിടക്കുന്നുണ്ട്, ഒരു ഒച്ചയും ബഹളമൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ സമയമൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതൊക്കെ കാണാം കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് ചിക്കനൊക്കെ ഏട്ടൻ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അമ്മ അതിന് വേണ്ടിയുള്ള സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പുളി ഇല്ലായിരുന്നു, അപ്പോൾ പുളിയും കൊണ്ടുവന്ന് പഞ്ചസാരയും കൊണ്ടുവന്നു കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ കിട്ടുന്നതുകൊണ്ട് തന്നെ മൂത്തുമ്മയുടെ കുറച്ച് പറിച്ചുകൊണ്ടുവന്നുകൊണ്ട് തന്നെ മാങ്ങ തന്നെയാണ് ഏത് സമയം. അപ്പോൾ അമ്മ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പും മുളക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പും മുളക് ഇടുന്നതിന് മുമ്പേ എൻ്റെ വായിൽ വെള്ളം ഊറി. അപ്പോൾ ഞാൻ 2-3 കഷ്ണം എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം, ഇത് കുഞ്ഞ് വ്ളോഗായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മളെ വ്ളോഗ് എന്നും വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്കും നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി കുഞ്ഞു വ്ളോഗ് ഞാൻ പോസ്റ്റാന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ കുഞ്ഞും അപ്പും ഒക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏട്ടൻ സാധനം വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങാൻ പോയപ്പോൾ അവർ ഓടിച്ചാടി വണ്ടിയിലേക്ക് കയറി. പിന്നെ അതേ ബലൂണിൽ വാശി പിടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 2 ഓരോ ബലൂൺ വാങ്ങിക്കൊടുത്തു, മുട്ടായി വാങ്ങിക്കൊടുത്തു. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഒരു കഷ്ണം മാങ്ങ അമ്മ കുഞ്ഞിന് കൊണ്ടു കൊടുത്തു. അപ്പോൾ കുഞ്ഞത് കടിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവന് പൊതുവേ അങ്ങനെയൊന്നും ഇഷ്ടമില്ല. അപ്പൂനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അത് അവർ മിഠായിലാൻ തിന്നിരിക്കുകയാണ്. പിന്നെ അമ്മ ചിക്കൻ കറികളുടെ പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചടപടേന്ന് കറിയെല്ലാം സെറ്റാക്കി. അപ്പോഴാണ് സിദ്ധും വോൾഗേച്ചൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. തലേന്ന് വെച്ച് രസം ഉണക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് എല്ലാ കറികളും കൊണ്ടുവച്ചിട്ട് പിന്നെ മക്കൾക്കൊക്കെ ചോറ് പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ സിദ്ധു ഹായ് ഒക്കെ പറയുന്നുണ്ട്. ക്യാമറ പൊക്കിയിട്ടുണ്ടെങ്കിൽ സിദ്ധു പാറു എല്ലാവരും ഹായ് പറച്ചിലാണ്. പിന്നെ എല്ലാവരും വട്ടത്തിലിരുന്ന് ചോറെല്ലാം കഴിച്ചിട്ട് കുഞ്ഞുവാണെങ്കിൽ രസത്തിൽ ഒരേ കളിയാണ് കേട്ടോ. പിന്നെ ഞാൻ 2 ചീത്തെല്ലാം പറഞ്ഞപ്പോൾ അവന് കളിയെല്ലാം മാറ്റി വെച്ചു, ചോറൊക്കെ അടങ്ങിയിരുന്ന് കഴിച്ചു കേട്ടോ. അവൻ അമ്മയെ വാരി കൊടുത്ത ചോറ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നല്ലോണം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായക്കുള്ള പരിപാടിയിലാണ്. ചായ അവിടെ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമൃതം പൊടി വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമൃതം പൊടി വറുത്തിട്ട് ചായക്ക് കൂട്ടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അമൃതം പൊടി എന്ന് പറയുന്നത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് കിട്ടൂലേ, കുഞ്ഞുവിന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളത് വറുത്തിട്ടും കഴിക്കട്ടെ. നമ്മുടെ അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് വറുത്ത് കഴിക്കാൻ. അങ്ങനെ അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ തേങ്ങയും അതുപോലെ തന്നെ എള്ളും പിന്നെ നട്ട്സുകളൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാം കേട്ടോ. നല്ല രസമാണ്. അണ്ടിപ്പരിപ്പും കടലയൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞങ്ങളിതൊന്നും ഇട്ടിട്ടില്ല. പെട്ടെന്നാണ് അമൃതം പൊടി വറക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങളപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. വെറുതെ ചുമ്മാ വറുത്താലും അപ്പുണ്ണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആവശ്യത്തിനുള്ള കടല അതൊക്കെ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്, ആ പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ചായ എല്ലാം സെറ്റായി, ഞങ്ങൾ ചായ എല്ലാം കുടിച്ചു. ഏട്ടന് ഇവിടെ എന്തൊക്കെ എഴുതിയും കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ള പുതിയ വീഡിയോ കാണാൻ ടാറ്റാ.